നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറയപ്പെട്ട പന്തിരൂലത്തിലെ ഉപ്പുകൂറ്റനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഉപ്പുകൂറ്റൻ്റെ ഒരു ഭാഗം, ഒന്നാം ഭാഗം പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം ഇന്ന് ഉപ്പുകൂറ്റനെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറയുകയാണ്. അപ്പം കടപ്പൂര് ഗ്രാമക്കാർക്കെല്ലാം കണ്ണിൽ ഉണ്ണിയായി ഉപ്പുകൂറ്റനും തൻ്റെ ബാബയായ വളർത്തച്ഛനായ ബാബയും കൂടി അങ്ങനെ സുഖമായിട്ട് താമസിക്കുക. അല്ലറ ചില്ലറ മായാജാലങ്ങളൊക്കെ ചെയ്യും അച്ഛനും മോനും കൂടി. അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുഹമ്മദീയനോട് ഇയാളുടെ ഒരു മായാജാലം ഇത് കാരണം ഇനിയിപ്പോൾ മറ്റുള്ളവരെല്ലാവരും ഇയാളെ ഈ മായാജാലം കാരണമാണ്. ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇയാൾക്ക് മായാജാലത്തിന് ഒരവസരം കൊടുക്കുകൊണ്ടല്ലേ ഇയാൾ ഇവിടെ മായാജാലം കട്ടണേ. അപ്പോൾ കുറേ പേര് ഉപ്പുകൂറ്റൻ ഇതുവരെ ആർക്കും വേണ്ടാത്ത ഒരാളായിരുന്നു. ഈ പെരുമഴക്കാലത്ത് മരം വീണ് ആ അമ്മയെയും രണ്ട് മക്കളെയും രക്ഷിക്കാൻ വേണ്ടി വലിയൊരു മരം കരുത്തനായിട്ട് അങ്ങോട്ട് ഉപ്പുകൂറ്റൻ്റെ അടുത്ത് മാറ്റിയോട് കൂടിയിട്ടാണ് ഈ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായത്. അപ്പോൾ ഇവർ പേരും പ്രശസ്തിയായിപ്പോൾ ഒരു മുഹമ്മദീയൻ്റെ കൂടെ കണ്ടു. അയാളുടെ വളർത്തുപുത്രനെ അറിയാം, നല്ല ഹിന്ദുവാണ്. ഹിന്ദു എന്നല്ല, അയാൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ അവകാശികൾ. അപ്പം അയാളെ ഉപ്പുകൂറ്റൻ ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാൻ മറ്റ് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഒക്കെ വന്നു. മുഹമ്മദീയനേ അല്ല അവൻ, വിട്ടു തരണം ഞങ്ങൾക്ക് എന്നുള്ള മട്ടിലൊരിത്. അപ്പോൾ അക്കാര്യത്തിൽ നേതൃത്വം അതിനാദ്യം ചെയ്യാൻ ഒരു വിഭാഗക്കാർ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഈ ബാബയുടെ മായാജാലം നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊല്ലം വേണ്ട, അയാൾക്ക് വേദി അങ്ങോട്ട് കൊടുക്കണ്ട, നമുക്ക് വേറെ മായാജാലക്കാരനെ കൊണ്ടുവരാതെ. ഇയാളെന്തു മായാജാലം, വേറെയും ചിലരുടെ മായാജാലമൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സ്വന്തം അഭ്യാസം കൊണ്ടും പ്രവർത്തനം കൊണ്ടും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ചെറിയ 10-20 മായാജാലങ്ങളെ നമ്മുടെ ബാബയ്ക്ക് അറിയുള്ളൂ. ബാബയെ പുറന്തള്ളിക്കൊണ്ട് ആ വർഷം മറ്റൊരു മായാജാലക്കാരനെ ഉത്സവത്തിന് കൊണ്ടുവരാനായിട്ട് മറ്റ് സമുദായക്കാർ രണ്ടു കൂട്ടരും കൂടിയിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു. അതിന് നേതൃത്വം നൽകിയത് ആരാന്ന് പറയട്ടെ, ആ ക്ഷേത്രത്തിലെ തന്നെ പൂജാരിയായിരുന്നൊരു നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് നിർബന്ധം ഈ ബാബയെ മാറ്റി നമുക്ക് വേറെ ആളെ വരുത്താം. അങ്ങനെ പലരും മനസ്സോടെയൊക്കെ അതിന് കീഴ്വഴങ്ങി ആ വർഷം ഉത്സവപ്പറമ്പിൽ ഒരു മായാജാലക്കാരൻ വന്നു. ആളുകളാണെങ്കിൽ അങ്ങോട്ടെ ഗെമ്പടുത്തടിച്ചുകൂടി. പുതിയ ഒരു മായാജാലക്കാരൻ്റെ മായാജാലം കാണാൻ പോവല്ലേ, ആ ജാലവിദ്യയൊക്കെ ഒന്ന് കാണാലോ എന്നും കരുതി ബാബയും കണ്ണും കൂടിയിട്ട് അവരും പോയി. ഉപ്പുകൂറ്റനും ബാബയും കൂടി മായാജാലം കാണാൻ പോയി. അവിടെ ചെന്നു അദ്ദേഹം കുറേ അഭ്യാസങ്ങളൊക്കെ ചെറുതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ബാഗിൽ നിന്ന് വലിയൊരു പരവതാനി അങ്ങോട്ട് എടുത്ത് വിരിച്ചു. പരവതാനി വിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊരു സാധാരണ പരവതാനിയല്ല, ഇത് പറക്കും പരവതാനിയാണ്. ഞാനിതാ ഇപ്പോൾ ഇതിൽ കയറിയിരുന്നു കൊണ്ട് ആകാശത്തേക്ക് പറന്നുയരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ പുതിയ മായാജാലക്കാരൻ ഈ പരവതാനിയിൽ അങ്ങോട്ട് കയറി ചമ്പ്രപ്പടിയിട്ട് അങ്ങോട്ട് ഇരുന്നു തൻ്റെ കൈ രണ്ടും ഇങ്ങനെ പറക്കണ പോലെ എങ്ങനെ അങ്ങോട്ട് കാണിച്ചു. ഈ പറക്കണ ആംഗ്യത്തോടുകൂടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പരവതാനി അങ്ങോട്ട് പൊങ്ങിപ്പോയെങ്കിലാ പൊങ്ങി ആൾക്കാരുടെ എല്ലാം മുകളിലൂടെ മേലോട്ട് ഉയർന്ന് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി അടിച്ച് തിരിച്ച് എവിടുന്നാണോ പൊങ്ങി അവിടേക്ക് തന്നെ താഴ്ന്ന് വന്ന് അങ്ങോട്ട് താഴെ എത്തും. വിജയശ്രീലാളിതനായിട്ട് പുതിയ മായാജാലക്കാരൻ അങ്ങോട്ട് പരവതാനിയിൽ നിന്ന് അങ്ങോട്ട് കൈ പൊന്തിച്ച് എല്ലാവരോടും കണ്ടോ എൻ്റെ മായാജാലം കണ്ടോ എന്നുള്ളത്. എല്ലാവരും അത്ഭുതപ്പെട്ടു. നിന്നിടത്തുനിന്ന് പരവതാനി അടക്കം അങ്ങോട്ട് പറന്നു പൊങ്ങ്, ഇതൊരു വലിയ മായാജാലം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി മായാജാലക്കാരന്. പലരും മാല കൊടുത്തു, മാല ഇടിച്ച് സ്വീകരിച്ചു. ചിലർ വസ്ത്രങ്ങൾ കൊടുത്തു, ചിലർ പണം കൊടുത്തു. നമ്പൂതിരി തിരുമേനിമാരെ നേതാക്കന്മാരൊക്കെ നേരിട്ട് വന്ന് അനുമോദിച്ചു. ഇതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പുതിയ മായാജാലക്കാരൻ കേട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് മായാജാലം കാണിക്കാറുള്ളത് ബാബയും ഉപ്പുകൂറ്റനും കൂടിയാണല്ലോ.
ഇവിടെ അപ്പം ഒരു പരിഹാസം, ആരെ, ബാബയെയും ഉപ്പുകൂറ്റനെയും കൂട്ടിയിട്ട്. ഇവിടെ ചിലരൊക്കെ ചെറിയ ചെറിയ മായാജാലം കാണിച്ച് ഒരുപാട് പണം വാങ്ങാറുണ്ടെന്ന് ഞാൻ കേട്ടേക്കണു. അട്ടെ, ഒരു കാര്യം, ഈ കൂടിയിരിക്കുന്ന മഹാജനങ്ങളിൽ ഞാൻ കാണിച്ച ഈ മായാജാലം കാണിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഞാൻ ഈ പരവതാനി, ഈ മാന്ത്രിക പരവതാനിയും തരാം, 1000 വെള്ളി രൂപയും തരാം. ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടെങ്കിൽ വെല്ലുവിളി. ഇത് കേട്ടപ്പോൾ ബാബയ്ക്കാകെ സങ്കടമായി. തന്നെയല്ലേ ഈ പരിഹസിക്കണേ? താനാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു മായാജാലക്കാരൻ, ആരോടും ഒട്ടും ഒരു അഹങ്കാരവും ഇല്ലാതെ കണ്ട് തന്നെ ജീവിക്കുന്ന ആൾ, എന്നിട്ട് തന്നെ ഇങ്ങനെ കാണിക്കുന്നതിന് ഇത് മഹാകഷ്ടം തന്നെ എന്ന് കരുതി. മാത്രമല്ല അദ്ദേഹത്തിന് അതോർത്ത് തന്നെ ബഹുമാനിച്ചിരുന്നവരൊക്കെ ഇപ്പം മറ്റൊരാളെ ബഹുമാനിക്കണതിന് വിരോധമില്ല, തന്നെ പരിഹസിക്കുന്നതിനും കൂടി കൂട്ടുവെക്കുകയാണല്ലോ എന്ന് കരുതി അങ്ങ് സങ്കടമായി. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രനാണെങ്കിൽ ഉപ്പുകൂറ്റൻ ഇത് കണ്ട വഴിക്ക് ഉപ്പുകൂറ്റൻ എന്ന് പറഞ്ഞു, ഞാൻ തയ്യാറ്, നിങ്ങളുടെ മായാജാലത്തെ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നു. ഓ, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കുറേ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ഒരു ശബ്ദം കേൾക്കണം. എവിടെ നിന്നൊക്കെ കുറുക്കനൂരിയിടുന്നു, സിംഹം ഗർജിക്കുന്നു, ആനയാണെങ്കിൽ മൂക്കറ താങ്ങി അലറിക്കൊണ്ടിരിക്കുന്നു, പശു കരയുന്നു, ആട് കരയുന്നു, എന്തിനു പറയണു, പക്ഷികളൊക്കെ കൂട്ടത്തോടെ പറന്നു വരുന്നു. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ ജനങ്ങൾക്ക് ഇടയിലൂടെ മൃഗങ്ങളൊക്കെ ഓടാൻ തുടങ്ങണു. എല്ലാവർക്കും അങ്ങോട്ട് പേടിയായി. പേടിയാവാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ മായാജാലം തുടങ്ങുന്നതിനുമായിട്ട് ഉപ്പുകൂറ്റൻ എന്ത് പറഞ്ഞെന്നോ, എൻ്റെ മായാജാലത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വ്യവസ്ഥയുണ്ട്. ഈ മായാജാലം അനുസരിച്ച് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ, ബാബയും ഞാനുമാണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കും, നിങ്ങൾ ഈ നാട് വിട്ടു പോകണം, പിന്നെ ഈ നാട്ടിലേക്ക് വരാൻ പാടില്ല. അതല്ല, ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നാട് വിട്ടു പോകും എന്നും പറഞ്ഞു. സമ്മതം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി. ഈ മൃഗങ്ങളെ കണ്ട് എൻ്റെ പിന്നാലെ ഈ ശബ്ദം കേട്ട മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി പേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദമൊക്കെ അങ്ങോട്ട് അവസാനിച്ച് എല്ലാവരും അവരാരും ഇരുന്നിടത്തിരിക്കുക. ഇനി കുഴപ്പമില്ല, ഒക്കെ ഓടിപ്പോയിരിക്കും മൃഗങ്ങൾ എന്നിങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കുണ്ട് തങ്ങളുടെ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടെ എൻ്റെ പാമ്പുകൾ ഇഴഞ്ഞു കയറാൻ പോകണം. അയ്യോ പാമ്പ്, അയ്യോ പാമ്പ്, ഇവിടെ പാമ്പ്, അവിടെ പാമ്പ്, ഇടോ തൻ്റെ മേത്തക്ക് കയറണം പാമ്പ്. ഈ വിധത്തിലായിട്ട് ധാരാളം പാമ്പുകൾ ഇഴഞ്ഞു നടക്കാൻ. അപ്പോഴും വീണ്ടും വീണ്ടും ഭയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആകെ അങ്ങോട്ട് വിഷമിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പാമ്പുകളും ഏതിലേ പോയെന്ന് കണ്ടില്ല, അങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ ഈ ബാബയെ പരിഹസിച്ച് ഇതിന് സിദ്ധിയും ബുദ്ധിയൊക്കെ ഉള്ള ആളാണല്ലോ ഉപ്പുകൂറ്റൻ. ഇതപ്പോൾ ബാബയ്ക്കും പരിഭ്രമായി. എവിടുന്ന ഈ മൃഗങ്ങൾ ഇങ്ങനെ വന്നേ ഇത്ര വേഗം? ദൈവം ആരെ ഉപദ്രവിക്കാണ്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പാമ്പുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇതെന്തോ ഒരു സൂത്രമാണ്. തൻ്റെ മകൻ കണ്ണേ എന്ന് വിളിക്കുന്ന മകൻ ചെയ്യുന്ന പണിയാണ് എന്ന് മനസ്സിലാക്കി ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം മകൻ ബാബയെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ഒന്നുമില്ല സാരമില്ല, പേടിക്കണ്ട എന്നുള്ള മട്ടിൽ. അങ്ങനെ നോക്കി കുറച്ച് പാമ്പും വന്നു കഴിഞ്ഞ് തിരിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി, ബാബയെ നമ്മൾ ഉപ്പുകൂറ്റനെ ബാബയെ നമ്മൾ നിഷേധിച്ചുകൂടാ. എന്താ ഈ പറയണേ? അവർ എത്ര കൊല്ലമായിട്ട് ഈ നാട്ടുകാരായിട്ട് ജീവിക്കണു. ഇപ്പോൾ വന്ന മായാജാലക്കാരൻ്റെ ഭാഗം കൂടി നമ്മൾ ഇവരെ ആക്ഷേപിക്കുകയെ എന്നുള്ള തോന്നലുണ്ടായിട്ട്, അയ്യോ രക്ഷിക്കണേ കണ്ണേ, നീ ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു പലരുടെയും മനസ്സ് മാറി. അച്ഛനെയും മകൻ്റെയും സഹായം അഭ്യർത്ഥിക്കുന്ന പോലെ ആയപ്പോഴേക്കും പാമ്പുകളും ഒക്കെ പോയി. എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ഈ നമ്പൂതിരിക്കൊരു തോന്നലുണ്ടായി, താനല്ലേ തെറ്റുകാരൻ, താനല്ലേ ഈ ബാബയെ പരിഹസിക്കാനായിട്ട് ഒരാളെ കൊണ്ടുവന്നത്, തെറ്റായി പോയി, ഒന്നും വേണ്ടായിരുന്നു, അദ്ദേഹം ഒരു മാന്യനായിരുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. ആട്ടെ, നാളെ കാലത്ത് കണ്ടിട്ട് അദ്ദേഹത്തെ കണ്ട് മാപ്പൊക്കെ പറയണം എന്ന് കരുതി തിരുമേനി അന്ന് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അദ്ദേഹം തൻ്റെ പൂജാവിഗ്രഹത്തിൽ ക്ഷേത്രത്തിൽ ചെന്ന് മേശാന്തി ചെയ്യണമല്ലോ അദ്ദേഹം, പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പൂക്കൾ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ട് പൂ ഇങ്ങനെ അർച്ചിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് ഇടുമ്പോൾ ചെറിയ കുട്ടിയുടെ പാദങ്ങൾ പോലെ മനോഹരമായ 2 കാൽപ്പത്തികൾ കാണുന്നു, പാദങ്ങൾ കാണുന്നു. ഇതെന്താത്, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണാറില്ലല്ലോ. എന്നാലും അദ്ദേഹം പൂജയൊക്കെ കഴിഞ്ഞു. പിന്നീട് ഇങ്ങനെ പാദം നോക്കി ഇങ്ങനെ മേലോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് ആരാണെന്നറിയാമോ? ഉപ്പുകൂറ്റൻ. ഭഗവാന്റെ സ്ഥാനത്ത് താൻ ഇതുവരെ പൂജിച്ചത് ഉപ്പുകൂറ്റനെയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഉപ്പുകൂറ്റൻ സാധാരണക്കാരനല്ല, അദ്ദേഹം ദേവാംശമുള്ള ഒരു മാന്യ വ്യക്തി തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അദ്ദേഹം വേഗം പൂജ പൂർത്തിയാക്കി അവർ താമസിക്കുന്ന കുടിലിലേക്ക് ചെന്നു. ചെയ്തതൊക്കെ അബദ്ധമായി എന്ന് മാപ്പ് പറയാനും നാട് വിട്ടെങ്ങും പോകല്ലേ എന്നൊക്കെ പറയാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴെന്താ, ബാബ താമസിച്ചിരുന്ന കുടില് പോലും കാണാനില്ല. അവരെ ഉപ്പുകൂറ്റനും ബാബയും തങ്ങൾ ആ നാട്ടിൽ അപമാനിക്കപ്പെട്ടുല്ലോ, അതിൻ്റെ ഒരു സങ്കടത്തോടു കൂടി ആ നാട് വിട്ട് പോവുകയും ചെയ്തു. ഞാൻ പല പുസ്തകങ്ങളും റെഫർ ചെയ്തെങ്കിലും എനിക്ക് ഉപ്പുകൂറ്റനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് ഞാൻ കേൾവിക്കാരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഉപ്പുകൂറ്റനും ബാബയും ഇപ്പോഴും മായാജാലം കാണിച്ചുകൊണ്ട് എവിടെയോ ഒക്കെ ക്ഷേത്രങ്ങളിലൂടെ ക്ഷേത്രപ്പറമ്പുകളിലൂടെ നടക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം കടപ്പൂരുകാർക്ക് ഇന്നും എന്നും ഉണ്ട്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഉപ്പുകൂറ്റൻ്റെ കഥ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും നന്ദി.